വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ക്രെഡിറ്റ് ആർക്കെന്ന് ജനം തീരുമാനിക്കട്ടെ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പദ്ധതിക്ക് കല്ലിട്ടത് കൊണ്ടായില്ല, കപ്പലോടിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയത് ഇപ്പോഴാണെന്ന് മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവിനെ പദ്ധതിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് പട്ടിക അംഗീകരിച്ച് നൽകാത്തതുകൊണ്ടാണ് ക്ഷണിക്കാൻ വൈകിയത്. പദ്ധതിക്ക് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകുമോ എന്ന് ചോദിച്ചപ്പോൾ ആർക്കും ആഗ്രഹിക്കാമല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടി ഇടത് സർക്കാർ ചെയ്ത കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. സർക്കാരിൻ്റെ വാർഷികത്തിനിടെ നടക്കുന്ന തുറമുഖത്തിൻ്റെ കമ്മീഷനിങ് ചരിത്ര മുഹൂർത്തമാണ്. രാജ്യത്ത് ഒരു സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള തുറമുഖം വിഴിഞ്ഞമാണെന്ന് ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി സംസ്ഥാനത്തിന് വരുമാനം കിട്ടാനിടയാക്കിയത് തന്റെ സർക്കാർ ഉണ്ടാക്കിയ കരാർ മൂലമാണെന്നും വാദിച്ചു. വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് നാടിനാകെയാണെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് അതൊരു തർക്കമായി കൊണ്ടുവരേണ്ടതായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഈ ക്രെഡിറ്റ് നമ്മുടെ നാടിന് ആകെയുള്ളതാണ്. പ്രതിപക്ഷ നേതാവിനെ കമ്മീഷൻ ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ വൈകിയതിനെ പറ്റി മുഖ്യമന്ത്രി പ്രതികരിച്ചു. പ്രധാനമന്ത്രി കൂടി പങ്കെടുക്കുന്ന പരിപാടിയാകുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൂടി അംഗീകരിച്ച് വന്നതിന് ശേഷമാണ് ഫൈനൽ രൂപം വരിക. ഈ ക്ഷണം ആദ്യം എല്ലാവർക്കും ചെല്ലുന്നില്ലല്ലോ, ക്ഷണം ചെല്ലുന്നത് അവസാനമാണല്ലോ. ഇത് അംഗീകരിച്ച് വന്നാൽ മാത്രമാണല്ലോ. ഞങ്ങൾ ഏതായാലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക തന്നെയാണ് ആ പരിപാടി. ഇനിയും അദ്ദേഹത്തിന് മനസ്സ് മാറ്റി ഈ പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ വിഴിഞ്ഞം പരിപാടിയിലേക്ക് ക്ഷണിച്ചത് സംസ്ഥാന സർക്കാരല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളല്ല. ഞങ്ങൾ അംഗീകരിച്ച ലിസ്റ്റിൽ ആ പേരുണ്ടായിരുന്നില്ല. ഞങ്ങൾ അംഗീകരിച്ച ലിസ്റ്റിൽ ജനപ്രതിനിധികളുടെ ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. എന്നാൽ അദ്ദേഹം അവിടുന്ന് പ്രധാനമന്ത്രി അംഗീകരിച്ച അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ചതെന്ന ലിസ്റ്റിൽ അത്തരം ചില പേരുകൾ കൂടിയുണ്ട്. ആ പേര് സ്വാഭാവികമായും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുക. അതാണ് നടക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം സന്ദർശിച്ചപ്പോൾ കുടുംബത്തെ ഒപ്പം കുട്ടിയെ സംബന്ധിച്ചും മുഖ്യമന്ത്രി മറുപടി നൽകി. എന്റെ മകളും ആ മകളുടെ കുട്ടിയായതുകൊണ്ട് തന്നെ എന്റെ കൂടെ ഉണ്ടായത്. അത് സ്വാഭാവികമായിട്ടുള്ളതല്ലേ. ഇത് സാധാരണ നിലക്കുള്ള ഒരു അവിടുത്തെ കാര്യങ്ങൾ കാണാനുള്ള ഒരു പോക്കാണ്. അതിന്റെ അകത്ത് കുടുംബാംഗങ്ങളും ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. 24 തിരുവനന്തപുരം.